കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന് സമീപം തീപിടുത്തമുണ്ടായിരിക്കുന്നു. അജി കുഞ്ഞുമോനുണ്ട് വിവരങ്ങളുമായി. അജി, എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായത്? ഫയർഫോഴ്സ് ഒക്കെ എത്തിയോ? തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയോ? അമൽ, അനുജ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു വിവരം കിട്ടിയത്. ഈ മാലിന്യ കൂമ്പാരത്തിന് തീ പിടിക്കുന്ന വിവരം കിട്ടിയത്. ഈ നഗരഹൃദയത്തോട് ചേർന്നുള്ള ഫാത്തിമ ആശുപത്രിക്ക് സമീപമാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. നമുക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാം. സാർ, ഇത് എപ്പോഴാണ് ഇത് ഉണ്ടായത് സംഭവം? ഇതിപ്പോൾ 4:30 ആകുമ്പോൾ ഞാൻ കോള് വരുന്നത്. 4:30 ആകുമ്പോൾ അങ്ങനെ വേസ്റ്റ് എത്തി. ഇപ്പം പൊതുവേ ഉണ്ടല്ലോ ഈ ചൂടും, പിന്നെ ആരെങ്കിലൊക്കെ തീയിട്ട് കത്തിയതാണ്. ഇപ്പം ഇന്നിപ്പോൾ രണ്ടാമത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഇങ്ങനത്തെ വേസ്റ്റ് ഇതൊക്കെ ആൾക്കാർക്ക് ഈ പുകയോണ്ടേ അടുത്ത ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ഇവിടെയൊക്കെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പം പുകയോണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. വേറെ അപകടമൊന്നുമില്ല, അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിനുള്ള കാരണങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ എന്തായാലും തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. ഈ സമീപത്തൊരു ആശുപത്രി ഉണ്ടായിരുന്നു, ഫാത്തിമ ഹോസ്പിറ്റൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ആ ഫയർഫോഴ്സ് എത്തി ഈ തീ അണച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീ അണച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അനുജ, അമൽ. ശരി, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന് സമീപത്താണ്. അവിടെ മാലിന്യം കൂട്ടിയിട്ട സ്ഥലത്താണ് തീപിടുത്തത്. വലിയൊരു തീപിടുത്തമല്ല, പക്ഷെ എന്തായാലും ഫയർഫോഴ്സ് അവിടെ എത്തി തീ അണച്ചിട്ടുണ്ട്. നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.